നമസ്കാരം. മോഹൻലാൽ എന്ന നടൻ തന്റെ കരിയറിലെ ഏറ്റവും പീക്ക് പൊസിഷനിലാണ് നിൽക്കുന്നത്. 2025 എന്ന വർഷം മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും മറക്കാനാവാത്ത വർഷമാണെന്ന് തന്നെ പറയേണ്ടി വരും. 2025 എന്ന വർഷം മോഹൻലാൽ എത്രയോ നാളുകളായി ആഗ്രഹിച്ചിരുന്ന, വർഷങ്ങളോളം കാത്തിരുന്ന ഒരു വർഷമാണ് കിട്ടിയത്. കാരണം അത്രമേൽ ബോക്സ് ഓഫീസ് നമ്പറുകളിലെ വിജയങ്ങൾ, അങ്ങനെ എല്ലാ രീതിയിലും താരതമ്യം ചെയ്യുമ്പോഴേക്കും മോഹൻലാലിന്റെ സുവർണ്ണ കാലഘട്ടം തന്നെയാണ് 2025. അതിനെല്ലാത്തിനും മുകളിൽ ചെറിയൊരു ടോപ്പ് പോലെ മോഹൻലാലിന് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്നു. ആ ഫാൽക്കെ പുരസ്കാരം ഒരിക്കലും ചെറുതായി കാണാൻ സാധിക്കില്ല. ഷാരൂഖ് ഖാൻ, റാണി മുഖർജി ഉൾപ്പെടെയുള്ള താരങ്ങൾ മുന്നിട്ട് നിർത്തിക്കൊണ്ടാണ് ലാലേട്ടനെ എല്ലാവരും ചേർന്ന് ആദരപൂർവ്വം ആ സ്റ്റേജിൽ രാഷ്ട്രപതി ഉൾപ്പെടെ സ്വീകരിക്കുകയും ചെയ്തത്. മോഹൻലാൽ തന്റെ കരിയറിലെ ഏറ്റവും പീക്ക് പൊസിഷനിൽ നിൽക്കുകയാണെന്ന് തന്നെ പറയാം. അപ്പോഴാണ് ഒരു വാർത്ത വരുന്നത്, ഒരു റിപ്പോർട്ട് വരുന്നത്. ഹോംബാലെ പ്രൊഡക്ഷൻ കമ്പനി മോഹൻലാലിനെ നായകനാക്കിക്കൊണ്ട് 2 സിനിമകൾ, ഒന്നല്ല 2 സിനിമകൾ അനൗൺസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇതിന്റെ വസ്തുത എന്താണ്? എന്തുകൊണ്ടാണ് ഹോംബാലെ മോഹൻലാൽ തമ്മിൽ കൊളാബറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഹോംബാലെ പോലൊരു പ്രൊഡക്ഷൻ കമ്പനി കന്നഡ സിനിമാ മേഖലയിലേക്ക് വന്നിട്ട് കന്നഡയെ തന്നെ പിടിച്ചു മാറ്റിയ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ കമ്പനിയാണ് ഹോംബാലെ ഫിലിംസ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ KGF, കാന്താര പോലുള്ള സിനിമകളല്ലാതെ മഹാവതാര നരസിംഹ എന്ന് പറഞ്ഞൊരു സിനിമ അവരെടുത്തു. ആ സിനിമ ഇന്നത്തെ ആനിമേറ്റഡ് സിനിമകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ട് മഹാവതാര നരസിംഹ മാറുന്നു. അത് മാത്രമല്ലാതെ അവർക്കൊരു ഡ്രീം ലൈനപ്പ് ഉണ്ട്. അത്രയും വലിയ സിനിമകൾ ഹോംബാലയുടെ ബാനറിലുള്ള സിനിമ, ആ പ്രോജക്റ്റുകളെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഹോംബാലയുടെ ഒരു സിനിമാ കരിയർ അല്ലെങ്കിൽ നിലവിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലം. അവിടെ നിന്നുകൊണ്ട് ഹോംബാലയ്ക്ക് കുറച്ചുകൂടി വളരണം. ഹോംബാലയ്ക്ക് വളരണമെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളിലും പോയി അവർക്ക് സിനിമകൾ ചെയ്യേണ്ടി വരും. മലയാളത്തിൽ അവരൊരു സിനിമ ചെയ്തു, പലർക്കും അറിയില്ലായിരിക്കും. ഫഹദ് ഫാസിൽ നായകനായ ധൂമം എന്നാണ് ആ സിനിമയുടെ പേര്. ആ സിനിമ വന്നത് പല ഫഹദ് ആരാധകർക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. തിയേറ്ററിൽ വന്ന് അത് 8 നിലയിൽ പരാജയപ്പെടുകയായിരുന്നു ആ സിനിമ ചെയ്തത്. ഫഹദിന്റെ കരിയറിലെ ഏറ്റവും മോശം സിനിമകളിൽ ഒന്നായിട്ട് തന്നെ ധൂമം അടയാളപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ബോക്സ് ഓഫീസ് നമ്പേഴ്സിലായാലും ആ സിനിമയുടെ കഥാപരമായ രീതിയിലായാലും പവൻകുമാറൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കന്നഡ സിനിമാ മേഖലയിൽ നിന്ന് സംവിധായകനെ ഇങ്ങോട്ട് മലയാളത്തിലേക്ക് കൊണ്ടുവന്ന് ഹോംബാല നടത്തിയൊരു പരീക്ഷണമായിരുന്നു ധൂമം എന്ന സിനിമ. പക്ഷേ ധൂമം വേണ്ട രീതിയിൽ വർക്കായില്ല, ക്ലിക്കായില്ല. ഹോംബാലെ പോലൊരു പ്രൊഡക്ഷൻ കമ്പനി മലയാളത്തിൽ സിനിമ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം പോലും പലർക്കും അറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യം. ആ പശ്ചാത്തലത്തിൽ മോഹൻലാലിനെ നായകനാക്കിക്കൊണ്ട് ഹോംബാലെ 2 സിനിമകൾ അനൗൺസ് ചെയ്യുമ്പോഴേക്കും എന്താണ് ഹോംബാലെ മുന്നിൽ കാണുന്ന കാര്യം? 2025 മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ സുവർണ്ണ കാലഘട്ടമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ മോഹൻലാലിന് ഇനി കരിയറിൽ എന്താണ് ചെയ്യാനുള്ളത്? വമ്പൻ ബ്രഹ്മാണ്ഡ പ്രൊഡക്ഷൻ കമ്പനികളുമായിട്ട് കൈകോർക്കുക എന്നത് തന്നെയാണ് മോഹൻലാലിന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യതകൾ. കാരണം മറ്റ് ഇൻഡസ്ട്രികളിലോട് അപേക്ഷിച്ച് മോഹൻലാൽ പാൻ ഇന്ത്യൻ അപ്പീലുള്ള ഒരു നായകൻ കൂടിയാണ്. അവിടെ നിന്നുകൊണ്ട് മോഹൻലാൽ ആശീർവാദ് സിനിമാസ് എന്ന കമ്പനിയിൽ നിന്ന് മാത്രം നിൽക്കാതെ മറ്റ് വലിയ ബ്രഹ്മാണ്ഡ കമ്പനികളുമായിട്ട് കൈകോർക്കുമ്പോൾ വളരുന്നത് മോഹൻലാൽ മാത്രമല്ല, വളരുന്നത് മലയാള സിനിമ ഇൻഡസ്ട്രി കൂടിയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് ഹോംബാലയുമായിട്ട് മോഹൻലാൽ കൈകോർക്കുന്നു എന്ന വാർത്ത. ഹോംബാലയ്ക്ക് മലയാളത്തിൽ ആദ്യം വന്നപ്പോൾ അവർക്ക് ആദ്യ ചുവട് പിഴച്ചെങ്കിൽ പോലും ഇനി അങ്ങോട്ട് ഹോംബാല നടത്താൻ പോകുന്നത് ഒരു വലിയ മുന്നേറ്റമാണ്. ഒരു ജയജാന്റിക് സക്സസ് രീതിയിലേക്ക് തന്നെയാണ് ഹോംബാലെ അവരുടെ പ്രൊഡക്ഷൻ കമ്പനിയെ നീക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം കോടികളാണ് അവർ അടുത്ത 5 വർഷത്തിലേക്ക് വേണ്ടി മാത്രം ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് അവർ നിക്ഷേപിക്കാൻ തയ്യാറായിരിക്കുന്നത്. കന്നഡ സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല, ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിക്ക്. അങ്ങനെ ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രി ആസ് എ ഹോൾ ഹോംബാലെ കയ്യിലേക്ക് എടുക്കുമ്പോൾ അവരുടെ മുന്നിലുള്ളത് പല ഇൻഡസ്ട്രികളുടെയും വാതിലുകൾ തുറക്കാനാണ്. ഹോംബാലെ പോലൊരു ഇൻഡസ്ട്രി സ്വാഭാവികമായിട്ടും മലയാളം സിനിമാ മേഖലയിലേക്ക് വരുമ്പോഴേക്കും ഇതുവരെ ഉണ്ടായിരുന്ന മാർക്കറ്റ് വൈഡനിങ് തന്നെയാണ് മലയാള സിനിമാ മേഖലയിൽ കാണാൻ പോകുന്നത്. ഇന്ന് 30-35 കോടി നമുക്ക് ബ്രഹ്മാണ്ഡ ചലച്ചിത്രങ്ങളാവുന്നുണ്ടെങ്കിൽ ഹോംബാലെ പോലുള്ള പ്രൊഡക്ഷൻ കമ്പനികൾ മലയാളത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മാർക്കറ്റ് വാല്യൂ കൂടും. 60 കോടിയും 65 കോടിക്കും ഒക്കെ സിനിമകൾ വരും. എന്ന് നമ്മൾ മലയാളത്തിൽ സ്വപ്നം കാണാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ബഡ്ജറ്റുകൾ സിനിമകളിലേക്ക് ഒരുങ്ങും. കന്നഡ പോലുള്ള സിനിമ ഇൻഡസ്ട്രികൾ നമ്മൾ എത്രമാത്രം പുച്ഛിച്ചു കണ്ട കന്നഡ ഇൻഡസ്ട്രി ഇന്നെത്തി നിൽക്കുന്ന സ്റ്റേച്ചർ നമ്മളൊന്ന് നോക്കിക്കേ. അവിടെ നിന്നുകൊണ്ട് വ്യക്തമാകും മലയാളം ഇപ്പോഴും പുറകിലോട്ട് തന്നെയാണ്. അതിനകത്ത് തർക്കമൊന്നുമില്ല. ബഡ്ജറ്റ് വൈസിൽ, കണ്ടന്റ് വൈസിലല്ല. ആ രീതിയിൽ നിൽക്കുമ്പോൾ ലോക പോലൊരു സിനിമ 300 കോടി ക്ലബിലേക്ക് ഇടം പിടിക്കുമ്പോൾ പോലും നമ്മൾ അത്രമാത്രം ആഘോഷിക്കുന്നത് 300 കോടി ക്ലബ് എന്നത് സ്വപ്ന നേട്ടം മാത്രമായിരുന്നു. ലോക വരുന്നത് വരെ മാറും, ചരിത്രങ്ങൾ മാറും. 500 കോടി ക്ലബ്ബുകൾ വരും, 700 കോടി ക്ലബ്ബുകൾ വരും. ഇന്ന് കാന്താര പോലൊരു സിനിമ 2ാം ഭാഗം വന്ന് നിൽക്കുമ്പോൾ 1000 കോടി ടച്ച് ചെയ്യുന്ന രീതിയിലേക്ക് കന്നഡ സിനിമാ മേഖല മാറുന്ന ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. 8 കൊല്ലങ്ങൾക്ക് മുമ്പ് ആരെങ്കിലും കന്നഡ സിനിമാ മേഖല 2025 ഇതുപോലൊരു ജയജാന്റിക് സക്സസിലേക്ക് നീങ്ങുമെന്ന് പറഞ്ഞാൽ കളിയാക്കി വിട്ടേനെ ജനങ്ങൾ. അവിടെ നിന്നുകൊണ്ടാണ് കന്നഡ സിനിമാ ഇൻഡസ്ട്രി കഴിഞ്ഞ 10 വർഷത്തിൽ ഒരു റെവല്യൂഷണറി മാറ്റം സംഭവിച്ചിരിക്കുന്നത്. ആ റെവല്യൂഷണറി മാറ്റത്തിന്റെ ചുവട് വയ്ക്കാൻ 2035 കൂടി ഞാൻ വെല്ലുവിളിക്കുന്നു. 2025 മുതൽ 2035 വരെ നീണ്ടു നിൽക്കുന്ന 10 വർഷത്തെ മലയാള സിനിമാ മേഖല നിങ്ങൾ ശ്രദ്ധിച്ചു കാണണം. കാരണം
പല പ്രൊഡ്യൂസേഴ്സും ഇവിടേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായും ചെറിയ ചെറിയ നിക്ഷേപകർ മാറി നിൽക്കും. ഭീകരമായ വമ്പൻ പ്രൊഡക്ഷൻ കമ്പനികൾ മലയാളത്തിലേക്ക് വരും. ഗുണകരമാകുന്നത് ഇൻഡസ്ട്രിക്ക് ഒട്ടാകെ തന്നെയാണ്, നമ്മുടെ നായക നടന്മാർക്ക് കൂടിയാണ്. അവിടെയാണ് ഇപ്പോൾ മോഹൻലാൽ ആദ്യ ചുവടെടുത്ത് വെക്കുന്നത്. ഹോംബാലെ പോലൊരു പ്രൊഡക്ഷൻ കമ്പനിയുമായി മോഹൻലാൽ കൈകോർക്കുകയാണെങ്കിൽ, വീണ്ടും ഓർക്കുക, കൈകോർക്കുകയാണെങ്കിൽ, റിപ്പോർട്ടുകൾ മാത്രമാണ് പുറത്തു വന്നത്, ഒഫീഷ്യലി ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു റിപ്പോർട്ടുകൾ സത്യമാവുകയാണെങ്കിൽ വരാൻ പോകുന്നത് 2 ബ്രഹ്മാണ്ഡ സിനിമകളായിരിക്കും. ഇനി വേറൊരു കാര്യം, ഹോംബാലെ ഇപ്പോഴും ഈ സിനിമകൾ എടുക്കുന്നത് മലയാളത്തിലാണോ എന്ന കാര്യത്തിലും നമുക്ക് അറിവില്ല. ഇത് ചിലപ്പോൾ ഒരു കന്നഡ സിനിമയായിരിക്കാം, അല്ലെങ്കിൽ മോഹൻലാൽ ഇപ്പോൾ തന്നെ വൃഷഭ പറഞ്ഞൊരു പടം വരാൻ പോകുന്നതാണ് മോഹൻലാലിൻ്റെ. അതൊരു മലയാള സിനിമയല്ല, അതൊരു തെലുങ്ക് ചിത്രമാണ്. അതുപോലെ മോഹൻലാൽ പല ഇൻഡസ്ട്രികളിലേക്കും പോയി അവിടെ നായക നടനായിട്ട് വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ണപ്പ പോലൊരു സിനിമ വരുന്നു, അതിനകത്ത് മോഹൻലാൽ ഒരു ഗസ്റ്റ് റോളാണ്. പക്ഷേ മോഹൻ ബാബുവുമായിട്ടുള്ള അടുപ്പം മോഹൻലാലിന് ആ റോൾ വേണ്ടെന്ന് വെക്കാൻ സാധിക്കുന്നില്ല. മോഹൻ ബാബുവിനെ പോലൊരു വ്യക്തിയെ, അതുകൊണ്ടാണല്ലോ പ്രഭാസും അക്ഷയ് കുമാറും ഒക്കെ ആ സിനിമയിലേക്ക് വരുന്നത്. മോഹൻ ബാബുവിനെ പോലൊരു വലിയ താരം ക്ഷണിക്കുമ്പോൾ മോഹൻലാലിന് നോ പറയാൻ സാധിക്കില്ല എന്നുള്ളത് കണ്ണപ്പയുടെ ഓഡിയോ ലോഞ്ചിൽ വെച്ച് തന്നെ മോഹൻലാൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഹോംബാലെ മോഹൻലാലിനെ വെച്ച് സിനിമകൾ എടുക്കുകയാണെങ്കിൽ അത് മലയാളത്തിലായിരിക്കുമോ, അത് കന്നഡയിലായിരിക്കുമോ, അതൊരു ഹിന്ദിയിലായിരിക്കുമോ, ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. അങ്ങനെ പശ്ചാത്തലത്തിൽ മലയാളത്തിലാകണമേ എന്നുള്ളതാണ് ഞാൻ ഉൾപ്പെടെയുള്ള ജനങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കാരണം അത് വളരുന്നത് ഇൻഡസ്ട്രി ഒട്ടാകെ തന്നെയാണ്. ആ സാഹചര്യത്തിൽ തന്നെയാണ് നമുക്ക് മുന്നോട്ട് വെക്കാൻ ഒരു ബ്രാൻഡ് വാല്യൂ എന്ന രീതിയിൽ മോഹൻലാൽ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. അങ്ങനെ ഒരു നടനെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഈ കളി കളിക്കുകയാണെങ്കിൽ 2035 മലയാള സിനിമാ ഇൻഡസ്ട്രി വേറൊരു തലത്തിലേക്ക് മാറും. 2025 300 കോടി ക്ലബ്ബാണ് നമ്മൾ തുടക്കം വെച്ചിരിക്കുന്നതെങ്കിൽ 2035 വരുമ്പോൾ 1000 കോടി ക്ലബ്ബ് പോലും നമുക്ക് വിദൂരമല്ല. 2016 ആദ്യമായി മലയാള സിനിമ 100 കോടി ക്ലബ്ബ് അടിക്കുന്നത്. പുലിമുരുകൻ എന്ന ചിത്രത്തിലൂടെ 2016 ഒക്ടോബർ 7 ആ സിനിമ റിലീസ് ചെയ്യുന്നത്. നവംബർ മാസം 7 ആയപ്പോഴേക്കും 100 കോടിയുടെ വാതിൽ തുറന്നു. ഇപ്പോൾ 2025 നമ്മൾ 300 കോടിയിലേക്ക് കടന്നു. 200 കോടിയുടെ മാറ്റമാണ് ഈ 9 വർഷം 10 വർഷത്തിനിടയിൽ നമുക്കുണ്ടായത്. പക്ഷേ 2035 വരുമ്പോഴേക്കും 200 കോടിയല്ല, 300ഉം 1000ഉം തമ്മിലുള്ള ഈ 700 കോടി ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യാൻ കഴിയുമെന്നതിൻ്റെ പ്രൈം എക്സാമ്പിൾസ് ആണ് ഇതുപോലെ വമ്പൻ പ്രൊഡക്ഷൻ കമ്പനികൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ. അതുകൊണ്ട് തന്നെ മോഹൻലാലും ഹോംബാലയും തമ്മിലുള്ള പ്രോജക്റ്റ് എത്രയും വേഗം ഓണാകണമെന്ന് തന്നെയാണ് എല്ലാ സിനിമാ പ്രേമികളെയും പോലെ ഞാനും ആഗ്രഹിക്കുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വളരുന്നതിൽ മോഹൻലാൽ എന്ന നടൻ മാത്രമല്ല, മലയാള സിനിമാ മേഖല കൂടിയാണ്.